നമ്മുടെ ഇപ്പോൾ NSGയിൽ നമ്മുടെ മുംബൈ ഓപ്പറേഷൻ തുടങ്ങുന്നതിനെക്കാട്ടി മുന്നേ SRG സ്പെഷ്യൽ റേഞ്ചസ് ഗ്രൂപ്പ്, അതേപോലെ SAG സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന 2 ഗ്രൂപ്പുണ്ടായി. അപ്പോൾ അതിൻ്റെ അകത്ത് 2-3 ഇന്ത്യയിലൂടെ എല്ലാ പോലീസ് CPO സെൻട്രൽ പോലീസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന പോലീസ് ഓർഗനൈസേഷൻ ഇന്ത്യയിലുള്ള എല്ലാ പോലീസ് ഓർഗനൈസേഷനും വന്നിട്ടുണ്ട്. അതേപോലെ മറ്റേ SAG സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നതിൽ ആർമി പേഴ്സൺ മാത്രമേ ഉള്ളൂ. ബാക്കി SRGയിൽ എല്ലാ റേഞ്ചേഴ്സ് ഗ്രൂപ്പിൻ്റെ അകത്ത് എല്ലാ പോലീസ് ഫോഴ്സിലും ഉള്ള ആൾക്കാരുണ്ട് സ്പെഷ്യലുള്ള. ഇത് 1984 നമ്മൾ അന്ന് രാജീവ് ഗാന്ധി സർ അന്ന് മിനിസ്റ്ററായിരിക്കുമ്പോഴാണ് ഇത് കൊണ്ടുവന്നത്. 1984 ഇത് തുടങ്ങി വെച്ചത്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു സ്പെഷ്യൽ അറ്റാക്ക്, ഏതെങ്കിലും തരത്തിലുള്ള എന്താണ് അറ്റാക്കുകളോ ഒരു ഓപ്പറേഷനോ കൗണ്ടർ ഓപ്പറേഷനോ നടന്നു കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് തന്നെ ഒരു അറ്റാക്ക് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിന് ഇങ്ങനെ തീരുമാനിച്ചപ്പോൾ അതിന് ഏത് രീതിയിൽ ഉണ്ടാക്കുമെന്ന് തോന്നിയപ്പോൾ GST-9 എന്ന് പറയുന്ന ജർമ്മനിലുള്ള ഒരു സ്പെഷ്യൽ ഫോഴ്സ് ഉണ്ട്, SAS എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ എയർവേസ് മറ്റേ ഇംഗ്ലണ്ടിലുള്ള ആ ഗ്രൂപ്പിനെയൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് നമ്മുടെ ഇപ്പോൾ NSC എന്ന് പറയുന്നത് 1984 മാനേശ്വർ, ഹരിയാനയുള്ള മാനേശ്വറിൽ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഫോഴ്സ് എല്ലാ ഫോഴ്സിൽ നിന്നും ഡെപ്യൂട്ടായിട്ട് ഹോം മിനിസ്റ്ററുടെ അണ്ടറിൽ ഇങ്ങനെ ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് SRG എന്ന സ്പെഷ്യൽ റേഞ്ചേഴ്സ് ഗ്രൂപ്പ് നമ്മുടെ Z+ കാറ്റഗറിയിലുള്ള കുറേ VVIPകളുടെ കാറ്റഗറിയിൽ പോകുന്ന ഡ്യൂട്ടി നോക്കാൻ മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപകരിക്കുന്നു. അതല്ലാതെ തന്നെ ഒരു ആക്ഷൻ ചെയ്യുക എന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് ഒരു SAG സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പ് തുടങ്ങി. ഈ SRGയിൽ 3 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഒന്ന് മുംബൈ ഓപ്പറേഷൻ തുടങ്ങുന്ന മുന്നേ 11, 12, 13. അതേപോലെ തന്നെ SAGയിൽ സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പിൽ 51, 52 എന്ന് പറയുന്ന സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പ്. ഇപ്പോൾ മുംബൈ ഓപ്പറേഷൻ സ്റ്റാർട്ട് ആയതിനു ശേഷം, അതിന് ഒരു പ്രശ്നം വന്നതിന് ശേഷം, അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എത്താൻ വേണ്ടി പറ്റില്ല. ഒരു ടൈമിങ്ങിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ ആ ഗ്യാപ്പിൻ്റെ അകത്ത് കുറേ കാഷ്വാലിറ്റി ഉണ്ടാകുന്നു എന്നുള്ള അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യം 6 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ, മെട്രോപൊളിറ്റൻ സിറ്റികളിൽ, ബോംബെയിൽ ഒരു ഹബ്ബുണ്ട്, അതേപോലെ കൽക്കട്ടയിലുണ്ട്, ഹൈദരാബാദിലുണ്ട്, ചെന്നൈയിലുണ്ട്, പിന്നെ അഹമ്മദാബാദ്, ഈ പറയുന്ന സ്ഥലങ്ങൾ 5 സ്ഥലങ്ങളിൽ ഹബ്ബ് തുടങ്ങി. അവിടെയൊക്കെ മിക്സിംഗ് യൂണിറ്റ് ആണുള്ളത്. കാരണം എല്ലാ ഫോഴ്സിൽ നിന്നുള്ള ആൾക്കാർ മിക്സഡ് ആയത്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ത്യയിൽ ഏതൊരു തലങ്ങളിലും ഏതൊരു ഇതിൽ വന്നു കഴിഞ്ഞാലും അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് ഒരു സ്പോട്ടിൽ ഒരു 1/4 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് എത്താൻ വേണ്ടി പറ്റുന്ന ഒരു സംവിധാനത്തിലൂടെ ഉണ്ടായിട്ടുണ്ട് NSG.